യാക്കോബായ സുറിയാനി സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവ ഇന്ന് ലെബനനിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന കാതോലിക്ക ബാവയ്ക്ക് വിശ്വാസികൾ വലിയ സ്വീകരണം നൽകും. ഒപ്പം തന്നെ പുത്തൻകുരിശ് ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തും. 4 മണിയോടെ പാത്രിയാർക്കീസ് ബാവയുടെ പ്രതിനിധികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സ്ഥാനാരോഹണ ശുശ്രൂഷയും നടക്കും. വൈകിട്ട് 5 മണിക്ക് ബസേലിയോസ് തോമസ് പ്രഥമൻ നഗറിൽ നടക്കുന്ന അനുമോദന സമ്മേളനം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ നമ്മുടെ സഹിൻ ആന്റണി നമുക്കിപ്പം റെഡിയാണ്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് അദ്ദേഹം തിരികെ എത്തുന്നുണ്ട്. ഈ ബെയ്റൂത്തിലെ വാഴിക്കൽ ചടങ്ങിനൊക്കെ ശേഷമാണ് തിരികെ എത്തുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്ഥാനാരോഹണ ചടങ്ങ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ അതൊക്കെ ഏതുവരെയായി? സേതു, നമുക്കറിയാവുന്നതുപോലെ തന്നെ യാക്കോബായ സഭ അതിൻ്റെ ഏറ്റവും പരീക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പുതിയ കാത്തോലിക്ക ബാവ ചുമതലയേൽക്കുന്നത്. ഇന്ന് അദ്ദേഹം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കാത്തോലിക്ക ബാവ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. യാക്കോബായ സുറിയാനി സഭ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയായിട്ടുള്ള ബസേലിയസ് ജോസഫ് അദ്ദേഹം പ്രഥമൻ ബാവയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിലെത്തുന്നത്. അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കുകയും ചെയ്യുന്നത്. വിശ്വാസി സമൂഹം ആകമാനം നെടുമ്പാശ്ശേരിയിലെത്തും. അവിടെ നിന്ന് തുടർന്ന് പുത്തൻകുരിശിയിലേക്കായിരിക്കും പോകുക. അവിടെ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ബസേലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ കബറിടത്തിൽ അവിടെ പ്രാർത്ഥനയുണ്ടാകും. തുടർന്ന് 4 മണിയോടുകൂടിയായിരിക്കും വാഴിക്കൽ ചടങ്ങെല്ലാം നടക്കുക. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാക്കോബായ സഭ അതിൻ്റെ പരീക്ഷണ കാലഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ പാത്രിയാർക്കീസിൻ്റെ ഈ പുത്തൻകുരിശിൽ പാത്രിയാർക്കീസ് ബാവയുടെ പ്രതിനിധികളുടെ നേതൃത്വത്തിലായിരിക്കും ഈ കാർമ്മികത്വം അല്ലെങ്കിൽ ഈ ചടങ്ങുകളെല്ലാം നടക്കാൻ പോകുന്നത്. എന്തായാലും യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം, ആ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാഥൻ മടങ്ങിയെത്തുകയാണ്. ലെബനനിൽ നിന്നും തിരികെ എത്തുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് എത്തുക. അതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹത്തിന് വൻ സ്വീകരണം ഒരുക്കാൻ തന്നെയാണ് സഭാവിശ്വാസികൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് നടക്കുന്ന ചടങ്ങ് അതും വലിയ യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ചടങ്ങായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. സേതു, ശരി സഹിൻ, ഞായറാഴ്ചയാണ്. എന്തെങ്കിലും പരിപാടി ഉണ്ടോ വേറെ? സേതു, ഞായറാഴ്ചയാണ് നിരവധി പരിപാടികളുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് ജോലിക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ ശരി ഓക്കെ സഹിൻ. അപ്പോൾ നമ്മളിപ്പം യാക്കോബായ അധ്യക്ഷൻ എത്തുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ യാക്കോബായ സഭ മുൻപെങ്കുമില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് അവർക്ക് പുതിയ നാഥനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാകും? നമുക്കറിയാം ഈ പള്ളിത്തർക്കമൊക്കെ അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും അവരുടെ തുടർ നീക്കങ്ങൾ എന്നുള്ള കാര്യങ്ങളിലുമൊക്കെ ഇനി ഒരു പക്ഷേ ഒരു പുതിയ മുഖമൊക്കെ ചിലപ്പോൾ സഭയ്ക്ക് കൈവന്നേക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു നീക്കങ്ങളും കൂടെയൊക്കെ നടക്കുന്നുണ്ട് ഈ സഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്.